മന്ത്രിമാർ ഞങ്ങൾക്ക് ക്യാൻസറിൽ നിന്ന് ഞങ്ങൾക്ക് ആരോഗ്യം വരുത്താൻ പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കുള്ള ആരോഗ്യം മതി, തരുന്നത് നല്ലത് തരിക. സാധാരണ ജനങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള വില കൂടുതലാണ് ഇപ്പോൾ ഇവിടെ. മനുഷ്യൻ ചുമ്മാ നല്ല കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ നടന്നു. ഞങ്ങളെ പോലെ വാങ്ങി ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പച്ചക്കറികൾക്കും പലചരക്ക് സാധനങ്ങൾക്കും തീപിടിച്ച വില കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടി ജനങ്ങളും വ്യാപാരികളും. കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നുള്ള ജനങ്ങളുടെയും വ്യാപാരികളുടെയും പ്രതികരണങ്ങൾ. പച്ചക്കറി എല്ലാ സാധനങ്ങളും ഭയങ്കര വിലയാണ്. ഇപ്പോൾ സാധാരണക്കാരെയാണ് നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്ന് എല്ലാ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ച് ആരെങ്കിലും കയ്യിൽ കാശെടുക്കാനില്ല. മഴ കാരണം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾ സാധാരണക്കാരനില്ല. ഇപ്പോൾ 100 കൊണ്ടുവന്നൊരു മലക്കറി മേടിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. 100 രൂപയ്ക്ക് മലക്കറി മേടിച്ച് ഒരാഴ്ചയ്ക്ക് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന പാവങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്കൊക്കെ മേടിക്കാനൊക്കാത്ത സാഹചര്യം ഇപ്പോൾ കിടക്കുന്നത്. കച്ചവടക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വില കൂടുമ്പോൾ ആൾക്കാർ വില ചോദിച്ചിട്ട് പോവുകയാണ്, വാങ്ങുന്നില്ല. പൊതുവെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്, എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. നമ്മളെ മാത്രമേ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറി അല്ലല്ലോ, പക്ഷേ മീൻ മേടിക്കാന്ന് വെച്ചാൽ അവിടെ മീനും വില കൂടുതൽ, മീനും കുറവ്. ഇനിയിപ്പോൾ ട്രോളിംഗ് ആയി, ഒട്ടും മീനില്ല. എന്തെങ്കിലും കറി വെക്കണ്ടേ ജനങ്ങൾക്ക്? അങ്ങനെയൊക്കെ എൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. കസ്റ്റമറിൻ്റെ വളരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ ഇല്ല. ഉള്ള പൈസയ്ക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. തക്കാളി ഇപ്പം 60 കിടന്ന തക്കാളി ഇപ്പോൾ 80, 100 വിലയായി. അതിനൊക്കെ ഓരോ സാധനങ്ങൾ പാവയ്ക്ക, പയർ, നാളും സാധനങ്ങളൊന്നും കിട്ടാനില്ല. നാളും പയറൊക്കെ 100 പുറത്താണ് വില, പയറും പാവയ്ക്കൊക്കെ. ഒരു സാധാരണക്കാരനത് മേടിക്കാനത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കൊച്ചുള്ളിയായാലും ഇപ്പോൾ സവാളയ്ക്ക് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുന്നു. 20 രൂപ 30 രൂപ സവാളയ്ക്ക് ഇപ്പോൾ 40 രൂപ 50 രൂപ വിലയായി. അങ്ങനെ ഓരോ സാധനങ്ങളും നിത്യം കൂടിക്കൊണ്ടിരിക്കുന്നു. നിത്യോപക സാധനങ്ങളാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മീൻ പോലും വാങ്ങാനൊക്കാത്ത അവസ്ഥയാണ് സാധാരണക്കാർക്ക്. പച്ചക്കറിക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ അത് നടക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മലക്കറി ഐറ്റങ്ങളെല്ലാം പെട്ടെന്നാണ് വില കൂടിയത്. തക്കാളിപ്പഴമൊക്കെ 1 കിലോയ്ക്ക് 80, 100, ക്യാരറ്റ് 100, ഈ വെണ്ടയ്ക്ക 80, അമരിക്ക 80, സവാള കിലോ 50, ഇഞ്ചി കിലോ 280. എല്ലാ ഐറ്റത്തിനും വില കൂടി. പക്ഷേ എല്ലാവരും 100 രൂപയ്ക്കാണ് മലക്കറിക്ക് വരുന്നത്. നമുക്കിപ്പോൾ 100 രൂപയ്ക്ക് മലക്കറി കൊടുക്കുകയാണെങ്കിൽ 250 രൂപ മലക്കറി കൊടുത്താലേ 100 രൂപയ്ക്ക് മലക്കറി കൊടുക്കാം. എന്നാലും 150 രൂപയ്ക്ക് മലക്കറി കൊടുക്കും. എങ്ങനെ പോയാലും ഒരു കിറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് 100 രൂപ നഷ്ടമാണ്. 100 രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ ഒരു കിറ്റ് കൊടുക്കുന്നത്. എല്ലാ സാധനങ്ങളും വില ഇരട്ടിയായി. പക്ഷെ ഇപ്പോഴും 100 രൂപയ്ക്ക് ജനങ്ങളുടെ പൈസ ഇല്ല. അതുകൊണ്ട് അവർ 100 രൂപ അവർ ഒപ്പിച്ചുകൊണ്ട് വരുന്ന പാട് തന്നെ അവർക്കറിയാം. ഈ 100 രൂപ ഏറ്റവും കൂടുതൽ ആൾക്കാർ 100 രൂപയ്ക്കാണ് മലക്കറി മേടിക്കും. 150 ആ മലക്കറി മിനിമം. ഈ 100 കറ്റത്തില്ല. എന്നാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 250 രൂപ 300 രൂപ സാധനം കൊടുത്താൽ ഒരു കിറ്റ് കൊടുക്കണം. എന്നാലും നമ്മൾ കിറ്റ് കൊടുക്കും. വില കുറയുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇപ്പം മിനിമം ഏറ്റവും കുറഞ്ഞ 150 രൂപ കിറ്റ്. 150 രൂപ കിറ്റ് കൊടുത്താൽ നമുക്കൊരു 200, 250 രൂപ സാധനം കൊടുത്തേ പറ്റൂ. എല്ലാ സാധനവും വില കൂടിയിരിക്കുക. ഒരു നിവൃത്തിയില്ല. എല്ലാം പാവപ്പെട്ട ജനങ്ങളും കിടന്ന് അനുഭവിക്കുക. അവരെല്ലാം 100 രൂപ എടുക്കാനില്ല. അതുകൊണ്ട് 100 രൂപ മലക്കറി നമ്മളിപ്പോൾ കൊടുപ്പില്ല. ഒരു കടയിലും കൊടുക്കാൻ ഒക്കത്തില്ല. ഈ നിസാര പച്ചമുളക് പോലും 150 രൂപ ഒരു കിലോയ്ക്ക്. 150 രൂപ ഒക്കെ പച്ചമുളക് ആദ്യമായിട്ടാണ് വരുന്നത്. തക്കാളിപ്പഴം 100 രൂപ. ഈ 4 തക്കാളി ഇടണ ഒരു 100 രൂപ മലക്കറി കഴിഞ്ഞു. അങ്ങനെ എല്ലാം ഭയങ്കര വില കുതിച്ച് കയറി. പിന്നെ നമുക്ക് ഒരു 20 രൂപയുടെ മലക്കറി എടുത്താൽ ഒരു 15 രൂപ കഷ്ടിച്ച് വിറ്റു. അത്രേ ഉള്ളൂ. ഒരു 20 രൂപയുടെ സാധനം എടുത്താൽ 5000 രൂപ നമുക്ക് നഷ്ടമാണ്. ആ രീതിയിലാണ് ഇപ്പം കച്ചവടം പൊയ്ക്കൊണ്ടിരിക്കും. ആഴ്ച എങ്ങനെ പോലും 10,000, 15,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ കച്ചവടം ബിസിനസ് നിർത്താതിരിക്കാനുള്ള രീതിയിൽ അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ ബിസിനസ്സുകാരെയും ബാധിച്ചിരിക്കുകയാണ്. വിലക്കയറ്റത്തെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് സാധാരണ ജനങ്ങൾക്ക് ഒരു സാധനങ്ങളും മേടിക്കാനൊക്കാത്ത സ്ഥിതിയിലായി. മറിച്ച് നിസ്സാര തുകകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമൊക്കെ വളത്തിൻ്റെയും ജോലിക്കൂലിയുടെയും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ കൃഷിക്കാരനും ഒന്നും കിട്ടുന്നില്ല, വ്യാപാരികൾക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയണമെന്നുള്ളത് മുൻകാലങ്ങളിൽ പല ഗവൺമെൻറ്റുകളും നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ വിലയിരുത്തുമ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടെന്ന് ആണിതെല്ലാം ഉണ്ടായത്. അതുപോലെ ഈ ഇലക്ഷൻ്റെ പരാജയം തന്നെ ജനങ്ങളുടെ വികാരമാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഗവൺമെൻറ് ഇടപെടാതെ വന്നപ്പോൾ നിയന്ത്രണം വിട്ട് വിലക്കയറ്റവും അതുപോലെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുഖ്യ വിഷയങ്ങളിൽ നിന്നും ഗവൺമെൻറ് ഒഴിഞ്ഞുപോയതിൻ്റെ അനന്തരഫലമാണിത്. അതുപോലെ പെൻഷൻ്റെ കാര്യത്തിലായാലും ശരി,
ഏത് കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനോട് ചോദിച്ചാലും പറയുന്നത് മുൻകാല ഗവൺമെൻറ്റുകൾ അവർ ചെയ്തതിനെക്കാട്ടിൽ ഞങ്ങൾ മെച്ചമായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഇവർ ചെയ്തതിനെ പോലെ ആരും ഒരു ഘടികാര്യസ്ഥ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. ഇവരിപ്പോൾ പെൻഷനെക്കുറിച്ച് പറയുന്നു 1600 രൂപ. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 35 രൂപ മുതൽ 50 രൂപ 60 രൂപ, അന്ന് 30 പൈസ 10 പൈസയൊക്കെ അരിക്കും വിലയുള്ള സമയത്ത് 65 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ അന്ന് 10 മക്കളെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ടും 30-40 പൈസ മിച്ചം വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 1600 രൂപയും കൊണ്ട് ഒരു മനുഷ്യൻ ഒരു വലയം ചെയ്യുമ്പോൾ അവനൊരു ചിക്കൻ ഫ്രൈയും മേടിച്ച് കഴിക്കാനും കാശില്ല, അവൻ തിരിച്ച് വീട്ടിൽ പോകാനും കാശില്ല. ആ കണ്ടീഷനിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വില കൂടിയതെന്നതിൻ്റെ കാരണം. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. പച്ചക്കറി അത് തന്നെ, പഴവർഗ്ഗങ്ങൾ അത് തന്നെ, തേങ്ങ അത് തന്നെ, സർവ്വ സാധനങ്ങൾക്കും വില കൂടുതലാണ്. സാധാരണ ജനങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള വില കൂടുതലാണ് ഇപ്പോൾ ഇവിടെ. ഒരു രക്ഷയില്ല. സാധാരണക്കാർ വലഞ്ഞത് തന്നെ. ഈ വിലക്കയറ്റത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കടകളിലും ചെറിയ കടകളിലും എല്ലാം അവർ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അവർ വില കുറച്ച് നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ. അവരെ എടുത്ത വിലയിൽ ഇച്ചിരി എന്തായാലും കൂട്ടിയാലേ അവർ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജനങ്ങളാകെ വലയുന്ന ഒരു സന്ദർഭമാണ്. മനുഷ്യനെ ഇങ്ങനെയായാലും എങ്ങനെ ജീവിക്കും? ഒരു കിലോ തക്കാളിക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ പകുതി വീട്ടിൽ ചിലപ്പം കേടായിരിക്കും, 100 രൂപ. അതുപോലെ ചെറിയ ഉള്ളി എങ്ങനെ ജീവിക്കും? സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സാധാരണ വരുമാനമുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സർക്കാരിനോട് പറയുക, എല്ലാത്തിനും ഇവരെയും കച്ചവടക്കാരെയും കുറ്റം പറയണ്ട. അവരും തീ പിടിച്ച വിലയ്ക്ക് കൊണ്ടും നേരം വെളുത്ത് ഈ തണുപ്പത്തും മഴയത്തും കുത്തിയിരുന്ന് അവരും കഷ്ടപ്പെടുന്നു. അവർക്കും തന്നെയല്ല, പച്ചക്കറി കൊണ്ടുവരുമ്പോൾ പകുതി അവർ കേടായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ അത് അനുസരിച്ചല്ലേ കാര്യങ്ങളാണ്. നന്നായി കിട്ടുന്നില്ല. അതുപോലെ പയറാണേലും ബീൻസ് ആണേലും ഇഞ്ചി ഉള്ളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പകുതി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയൻ സാറിനോട് പറയുക, ഈ ഇലക്ഷൻ്റെ വോട്ടിനെ മനുഷ്യൻ തിരഞ്ഞെടുക്കാമെന്നത് ഞങ്ങളുടെ അവകാശമാണ് വോട്ട്. ആ വോട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ലാതെ വന്നത് ഇതുപോലുള്ള കഷ്ടത മനുഷ്യനായിട്ട് കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു ഭരണമായിരുന്നു. അതുകൊണ്ട് ദയ ചെയ്ത് പാവങ്ങളോട് ദയ ചെയ്ത് ഇത് ഒരു തീരുമാനം എടുക്കാൻ പറ. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് പച്ചക്കറിയുടെ മാത്രമല്ല, അല്ലാതെ പലവ്യഞ്ജന സാധനങ്ങളും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലല്ല. ഇതിൻ്റെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ വില. പിന്നെ പച്ചക്കറി എല്ലാം ഭയങ്കരമായ വിലയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുളകൊക്കെ ആണെങ്കിൽ 200 രൂപയാണ് വിൽപ്പന. വരുന്ന വില 160-180 രൂപ. അതുകൊണ്ട് ഇത് എങ്ങനെ വിൽക്കണമെന്ന് പോലും ഇപ്പോൾ നമുക്ക് ചെറുകിട കച്ചവടക്കാർക്ക് അത് അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാ സാധനങ്ങൾക്കും ഒന്നല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതല. ഇത് കസ്റ്റമർ വന്ന് വില ചോദിക്കാൻ പറയാൻ പോലും നമുക്കൊരു മാനസിക വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇന്ന വിലയാന്ന് അത്രയ്ക്ക് നമുക്ക് ഉള്ള. അതനുസരിച്ച് കച്ചവടവും കുറവ്. എല്ലാ രീതിയിലും ഈ കച്ചവടക്കാരെല്ലാം പ്രതിസന്ധിയിലാണ്. പിന്നെ എല്ലാ സാധനങ്ങൾക്കും, എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം പൊതുവെ വില കൂടുതല. പാവപ്പെട്ടവരുടെ ജീവിതം ദുസ്സഹമായിട്ട് നിൽക്കുക, വലിയ പ്രതിസന്ധിയിൽ നിൽക്കുക. ഇത് പിന്നെ ഈ മഴയും കൂടെ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഒരു പണിയും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ആൾക്കാർക്ക് ഒന്നും വാങ്ങിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലെങ്ങും വേണ്ട, മാർക്കറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു മനുഷ്യൻ പോലും ഇതിനകത്ത് കയറി വരുന്നില്ല. കച്ചവടങ്ങളില്ല. ഇതിനകത്ത് ഇരിക്കുന്നവർ പിന്നെ എന്തോ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.